നമസ്കാരം എല്ലാ കുട്ടികൾക്കും ഗ്രീൻ സാറാണ്. ഇവിടെ 55 ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ്. ഇതിന്റെ പ്രത്യേകത ഞാൻ ആദ്യം പറയാം. ഇതെല്ലാ വർഷവും നമ്മൾ കൊടുക്കുന്നതാണ്. എനിക്ക് ഇന്ന് 2020 മുതൽ ഇത് 6ാമത്തെ കൊല്ലമാണ്. എഫക്റ്റീവ് ആണെന്ന് ചോദിച്ചാൽ നിങ്ങളുടെ സീനിയേഴ്സിന് അറിയാം. അല്ലാതെ ഞാനിത് വലിയ അതിഗംഭീരമൊന്നും പറയുന്നതല്ല. പക്ഷെ 90% ക്വസ്റ്റ്യൻസ് ചോദിക്കും, അത് ഉറപ്പാണ്, സംശയം വേണ്ട. ജയിക്കേണ്ടവർക്ക് 18 മാർക്ക് കിട്ടേണ്ടവർക്ക് ഇതൊക്കെ, 36 മാർക്ക് കിട്ടേണ്ടവർക്ക് ഓക്കെ, A+ കിട്ടേണ്ടവർക്ക് 52 കിട്ടേണ്ടവർക്ക് ഓക്കെ, ഏത് ഗ്രേഡല്ല ഫുൾ മാർക്ക് കിട്ടേണ്ടവർക്ക് ഓക്കെ. ഇതിനകത്ത് പ്രോബ്ലംസ് ഇല്ല. പ്രോബ്ലംസ് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ചെയ്തിടും. നല്ല ഗംഭീര പ്രോബ്ലംസ്, എഫക്റ്റീവായിട്ട് വരുന്ന പ്രോബ്ലംസ് ചെയ്തിടും. ആദ്യമായിട്ട് ചാനൽ കിടന്നിടയ്ക്ക് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എനേബിൾ ചെയ്തൊക്കെ ഇട്ടേക്കണം കേട്ടാണ്. ഇതുപോലുള്ള എല്ലാത്തിൻ്റെയും വീഡിയോസ്, കെമിസ്ട്രിയുടെ ആയിക്കോട്ടെ, മാത്സിൻ്റെ ആയിക്കോട്ടെ, എല്ലാത്തിൻ്റെയും വീഡിയോസ് വരും. എന്നിട്ട് നിങ്ങൾ കമൻസ് ഒക്കെ ഇടുക. ഇതിൻ്റെ ആൻസേഴ്സ് ചെയ്തിടണമെന്നുണ്ടെങ്കിൽ അതും പറയുക, അതും ചെയ്തിടാം. ഇച്ചിരി ശ്രമകരമാണ്, ഇച്ചിരി ബുദ്ധിമുട്ടാണെങ്കിലും ചെയ്തിടാം. ഓക്കെ, 55 ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് +2 ഫിസിക്സ്. ഓക്കെ, ഇവിടെ നിന്നൊക്കെ പഠിക്കണം, എങ്ങനെയൊക്കെ പഠിക്കണം, അങ്ങ് ചവർ പോലെ കിടക്കും അല്ലേ. എന്തിനാണ് ഇത് പഠിക്കുന്നതെന്ന് പോലും ഒക്കെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടല്ലേ? ആണ്. എന്നിട്ട് നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഞാൻ ഒരു ചാപ്റ്ററിന്റെ പേരൂടെ പറയാം, അത് നിങ്ങൾക്ക് എളുപ്പമായിരിക്കും. ബയോട്ട്-സാവാർട്സ് ലോ ഏതാണ്? 4ാമത്തെ മാഗ്നറ്റിക് എഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറന്റ് ആണ്. അതിനകത്ത് ബയോട്ട്-സാവാർട്സ് ലോ എന്താണെന്ന് നിങ്ങൾ പഠിച്ചോണം. B = μ0/4π ഐഡിയൽ sin θ/r². അതാണ് ബയോട്ട്-സാവാർട്സ് ലോയുടെ ഇക്വേഷൻ. അതിന്റെ ആദ്യത്തെ ആപ്ലിക്കേഷൻ, മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു എ സർക്കുലർ ലൂപ്പ് ക്യാരിയിങ് കറന്റ്. എസ് ആണ്. അതിനകത്ത് അറ്റ് ദി സെന്റർ ഓഫ് ദി സർക്കുലർ ലൂപ്പ്, അതിന്റെ പ്രോബ്ലം ഒക്കെ പഠിച്ചോണം കേട്ടോ. പ്രോബ്ലം ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ആദ്യത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, രണ്ടാമത്തെ, റിഫ്രാക്ഷൻ ത്രൂ എ പ്രിസം. റേ ഒപ്റ്റിക്സ് ആൻഡ് ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെന്റ്സിനകത്തുനിന്ന് മോസ്റ്റ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ, ഏറ്റവും കൂടുതൽ ആവർത്തിച്ച് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് റിഫ്രാക്ഷൻ ത്രൂ എ പ്രിസം. വൃത്തിയായിട്ട് പടം, സെക്കൻഡ് ഇയറിലൊക്കെ പടത്തിനൊക്കെ വളരെ ഇമ്പോർട്ടൻസ് ആണ്. പടം വരച്ച് n = sin a + d/2/sin a/2 ഡിറൈവ് ചെയ്ത് എഴുതണം. ഓക്കെ, അത് 5 മാർക്കാണ്. 2 കഴിഞ്ഞു. 3, കറണ്ട് ഇലക്ട്രിസിറ്റിയിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ടോപ്പിക് എന്ന് ചോദിച്ചാൽ കണ്ണുടച്ച് പറയാം, വീൻസ്റ്റൺ ബ്രിഡ്ജ് ആണ്. ആ നെറ്റ്വർക്കൊക്കെ മെഷൊക്കെ സൂപ്പറായിട്ട് വരയ്ക്കണം, ആരോമാർക്ക് വരെ പക്കയായിരിക്കണം. നിങ്ങൾക്ക് അറിയാമല്ലോ, P/Q = R/S എന്ന് കിട്ടണം. വീൻസ്റ്റൺസ് ബ്രിഡ്ജ്. ഓക്കെ, അടുത്ത, എക്സ്പ്രഷൻ ഫോർ കപ്പാസിറ്റൻസ് ഓഫ് എ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ. പാരലുണ്ട്, പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ. ഇത് ഏത് ചാപ്റ്റർ? അതെയാണ് 2ാമത്തെ ചാപ്റ്റർ, ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ്. അതിനകത്ത് എക്സ്പ്രഷൻ ഫോർ കപ്പാസിറ്റൻസ് ഓഫ് എ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ. C = ε0 A/d. അവിടെ പടമുണ്ട്. ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് ഉണ്ടെങ്കിൽ C = ε0 K A/d. പ്രോബ്ലം വളരെ ഇമ്പോർട്ടൻ്റ് ആയതുണ്ട് കേട്ടോ. C = ε0 A/d പ്രോബ്ലം ഉള്ളതിന് പ്രോബ്ലം ഒന്ന് എഴുതിയേക്കാം. ഇത് ഡിറൈവ് ചെയ്തിടണം. പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ നിങ്ങൾ പലരും തെറ്റിക്കും. കപ്പാസിറ്റേഴ്സ് ഇൻ പാരലൽ അല്ല, പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ അത് വേറെയാണ് കേട്ടോ. കപ്പാസിറ്റേഴ്സ് ഇൻ സീരീസും പാരലും വേറെയാണ്. ഇത് പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ വേറെയാണ്. 5, പ്രൂഫ് ഓഫ് റിഫ്രാക്ഷൻ ആൻഡ് റിഫ്ലക്ഷൻ യൂസിങ് ഹൈജീൻസ് പ്രിൻസിപ്പിൾ. എന്നാൽ നിങ്ങൾ ആദ്യം ഹൈജീൻസ് പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷൻ പഠിക്കണം. ഇതിന് 2 പ്രൂഫ് ഉണ്ട്, റിഫ്രാക്ഷൻ, റിഫ്ലക്ഷൻ പ്രൂവ് ചെയ്യുന്നത്. എനിക്കൊന്ന് 2022 23 ഈ 2 ക്വസ്റ്റ്യൻ ചോദിച്ചു. റിഫ്രാക്ഷൻ പ്രൂവ് ചെയ്യുന്നത്, റിഫ്ലക്ഷൻ പ്രൂവ് ചെയ്യുന്നത്. റിഫ്രാക്ഷൻ സ്നെൽസ് ലോ വെച്ച് പ്രൂവ് ചെയ്യുന്നതാണ്, റിഫ്ലക്ഷൻ പ്രൂവ് ചെയ്യുന്നത് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് = ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. ഇത് രണ്ടും വേവ് ഒപ്റ്റിക്സിനകത്തെയാണ്, വെരി വെരി ഇമ്പോർട്ടൻറ്റ്. 6, ലെൻസ് മേക്കേഴ്സ് ഫോർമുല. റേ ഒപ്റ്റിക്സിനകത്തെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എസ്സേ ആണ് ലെൻസ് മേക്കേഴ്സ് ഫോർമുല. 6 ഓക്കെ ആണല്ലോ. അടുത്തത്, അതിനകത്ത് ഷോർട്ട് ക്വസ്റ്റ്യൻ 1 മാർക്കും എല്ലാം അതിനകത്ത് വരും കേട്ടോ. 7, AC-ക്കകത്തെയാണ് ട്രാൻസ്ഫോമർ പ്രിൻസിപ്പിൾ. അതിന്റെ 2 ടൈപ്സ്. ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന്റെ പ്രിൻസിപ്പിൾ, മ്യൂച്വൽ ഇൻഡക്ഷൻ അല്ലെങ്കിൽ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. 2 ടൈപ്സ് എന്ന് പറഞ്ഞാൽ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറും സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറും. ട്രാൻസ്ഫോമറിന്റെ വോൾട്ടേജ് കൂട്ടുന്നത്, സ്റ്റെപ്പ് അപ്പ്, വോൾട്ടേജ് കുറയ്ക്കുന്നത് സ്റ്റെപ്പ് ഡൗൺ. ലോസസ് ഓഫ് എ ട്രാൻസ്ഫോമർ, വെരി വെരി ഇമ്പോർട്ടന്റ്, 2 മാർക്ക് 3 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ലോസസ് ഓഫ് എ ട്രാൻസ്ഫോമർ വരുന്നതെന്ന് പറയുന്നത്, ലോസസ് ഓഫ് എ ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത് കോപ്പർ ലോസ്, അയൺ ലോസ്, മാഗ്നറ്റിക് ഫ്ലക്സ് ലീക്കേജ്, ഹിസ്റ്റീരീസ് ലോസ്. ഈ ലോസ് അത് മിനിമൈസ് ചെയ്യുന്ന രീതി. പിന്നെ ഈ ഇക്വേഷൻ പഠിച്ചോണം, ഇത് വെച്ചിട്ട് പ്രോബ്ലം ചോദിക്കാം. VS/VP = NS/NB. വളരെ സിമ്പിൾ ഇക്വേഷനാണ്. VS എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് ഇൻ സെക്കൻഡറി, VP എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് ഇൻ പ്രൈമറി, NS എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ടേൺസ് ഇൻ സെക്കൻഡറി, NB എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ടേൺസ് ഇൻ പ്രൈമറി. ഇതൊക്കെ തന്നിട്ടുള്ള പ്രോബ്ലം ചോദിക്കാം കേട്ടോ. അടുത്ത, കൺവേർഷൻ ഓഫ് ഗാൽവനോമീറ്റർ ഇൻറ്റു അമ്മീറ്റർ, കൺവേർഷൻ ഓഫ് ഗാൽവനോമീറ്റർ ഇൻറ്റു വോൾട്ട് മീറ്റർ. വെരി വെരി ഇമ്പോർട്ടൻറ്റ് ഷോർട്ട് ക്വസ്റ്റ്യൻ ആണ്. 3 മാർക്കിനും 4 മാർക്കിനും എൻ്റെ പ്രോബ്ലം ചോദിക്കാം. ഏത് പാഠമെന്ന് പറയാം? മാഗ്നറ്റിക് ഇഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറന്റിനകത്ത് കൺവേർഷൻ ഓഫ് ഗാൽവനോമീറ്റർ ഇൻറ്റു അമ്മീറ്റർ. അമ്മീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യാം,
ഗാലനോമീറ്ററിനെ വോൾട്ട് മീറ്ററോട് കൺവേർട്ട് ചെയ്യാം. ഇതിന്റെ പ്രോബ്ലംസ് നമ്മുടെ നോട്ടിനകത്ത് കിടപ്പുണ്ട്. പക്ക സെയിം പ്രോബ്ലം, വാല്യൂ പോലും വ്യത്യാസമില്ലാതിരിക്കും. ഓക്കെ. 9 LCR സർക്യൂട്ട് ഡിറൈവ് ചെയ്യണം. അങ്ങ് ഡീറ്റെയിൽഡ് ഡെറിവേഷൻ ഇപ്പോൾ ഇല്ല, അത്യാവശ്യം വേണ്ട ഒരു പേജ്. നമ്മുടെ നോട്ടിനകത്ത് വളരെ സിമ്പിൾ ആയിട്ട് വന്നിട്ടുണ്ട്, ഒരു പേജുള്ള ഡെറിവേഷൻ ഉള്ളൂ. അത് ഗംഭീരമായിട്ട് വേണം. അതിന്റെ വരയ്ക്കണം, അതിന്റെ ഫേസർ ഡയഗ്രാം ഒക്കെ വരയ്ക്കണം. അതിന്റെ സർക്യൂട്ട് ഡയഗ്രാം സിമ്പിൾ ആണ്. LCR സർക്യൂട്ട് പഠിക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത സ്റ്റേറ്റ് ആൻഡ് പ്രൂവ് ഗോസസ് തിയറം, ആദ്യത്തെ ചാപ്റ്റർ ആണ് ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സ്. ഗോസസ് തിയറം എന്താണ്, അതിന്റെ പ്രൂഫ് പഠിക്കണം. ഇതിന് 3 ആപ്ലിക്കേഷൻ ഉണ്ട്. ഒന്ന് ഇൻഫിനിറ്റ് പ്ലെയിൻ ഷീറ്റ് ഓഫ് ചാർജ്, പിന്നെ സ്ഫെറിക്കൽ, അത് പിന്നെ മൂന്നാമത്തെ ലോങ് സ്റ്റേറ്റ് കണ്ടക്ടർ. ഈ 3 ആപ്ലിക്കേഷൻ മസ്റ്റ് ആയിട്ട് നോക്കണം. പിന്നെ കിർച്ചോഫ് ലോ 11ാമത്തെ ക്വസ്റ്റ്യൻ ആണ് മക്കളെ. കിർച്ചോഫ് ലോ 2 എണ്ണം ഉണ്ട്. ഒന്ന് നമ്മുടെ ജംഗ്ഷൻ റൂളും 2 മെഷ് റൂൾ അല്ലെങ്കിൽ ലൂപ്പ് റൂളും. രണ്ടും പഠിച്ചോണം. പടവും വൃത്തിയായിട്ട് വരച്ചു പിടിക്കണം. ആംബിയർ സർക്യൂട്ട് തിയറം മാഗ്നറ്റിക് എഫക്ട്സിനകത്താണ്. ആംബിയർ സർക്യൂട്ട് തിയറം വൃത്തിയായിട്ട് പഠിക്കണം. ക്ലോസ് ഇൻ ബി ഡോട്ട് ഡി എൽ ഈസിക്കൽ ടു മ്യൂ 0 ആയി. 2 ആപ്ലിക്കേഷൻ പഠിച്ചാൽ മതി. ഒന്ന് ലോങ് സ്റ്റേറ്റ് കണ്ടക്ടറും 2 സോളിനോയിഡും. ടോറോയിഡ് വേണ്ട. ആണ്ടേ ടോറോയിഡ് എന്ന് പറയുന്ന സാധനം വേണ്ടാത്തതാണ് ഇത്. ലോങ് സ്റ്റേറ്റ് കണ്ടക്ടറും സോളിനോയിഡും മതി. 13 ഡൈഇലക്ട്രിക് പോളറൈസേഷൻ. ആദ്യത്തെ ചാപ്റ്ററിനകത്തെ ഷോർട്ട് ക്വസ്റ്റ്യൻസ് ആണ്. ഡൈഇലക്ട്രിക് പോളറൈസേഷൻ, പോളാർ ആൻഡ് നോൺ പോളാർ മോളിക്യൂൾസ് ആൻഡ് എക്സാമ്പിൾസ് കൂടെ പഠിച്ചോണം. ഓക്കെ, വെരി വെരി ഇമ്പോർട്ടൻറ്റ് ഷോർട്ട് ക്വസ്റ്റ്യൻ. ലാസ്റ്റ് ചാപ്റ്റർ ഉണ്ട് സെമി കണ്ടക്ടേഴ്സ്. റെക്ടിഫയർ എന്താണ് റെക്ടിഫയർ, അതിന്റെ പ്രിൻസിപ്പിൾ എന്താണ്? 2 തരം റെക്ടിഫയർ ഉണ്ട്, ഹാഫ് വേവ് റെക്ടിഫയറും ഫുൾ വേവ് റെക്ടിഫയറും. ഇതിന്റെ സർക്യൂട്ട് ഡയഗ്രവും അതിന്റെ ഗ്രാഫും വരയ്ക്കണം. അത് വെച്ചായിരിക്കും ഈ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന പലപ്പോഴും. സർക്യൂട്ട് ഡയഗ്രവും ഗ്രാഫ്. ഓക്കെ ആണേ, എന്തൊക്കെയാണെന്നുള്ള വ്യക്തത വരുത്തണം കേട്ടോ. അടുത്ത 15 എനർജി സ്റ്റോർഡ് ഇൻ ആൻ ഇൻഡക്ടർ. ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷനകത്താണ് U ഈക്വൽ ടു ½ Li02 എന്ന് വരുന്നതാണ്. എനർജി സ്റ്റോർഡ് ഇൻ ഇൻഡക്ടർ ഡിറൈവ് ചെയ്ത് പഠിക്കണം. സിമ്പിൾ മൈക്രോസ്കോപ്പ്, കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ്, റിഫ്രാക്റ്റിംഗ് ടെലിസ്കോപ്പ്, ഇതെല്ലാം ഇരട്ട പെറ്റ പോലാണ്. നമ്മുടെ റയോപ്റ്റിക്സ് ആൻഡ് ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെന്റ്സ്, ആ ചാപ്റ്ററിനകത്ത് ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ആ ഭാഗത്ത് വരുന്നതാണ്. സിമ്പിൾ മൈക്രോസ്കോപ്പ് പഠിക്കണം, കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ്, ഇതിന്റെ എല്ലാം റേ ഡയഗ്രാംസ് പഠിക്കണം. ഡിഫറൻസ് ബിറ്റ്വീൻ സിമ്പിൾ മൈക്രോസ്കോപ്പ് ആൻഡ് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് നോക്കണം. റിഫ്രാക്റ്റിംഗ് ടെലിസ്കോപ്പ് നന്നായിട്ട് നോക്കണം, അതൊരു എസ്സയാണ്. ഇത് 3 എണ്ണം ഒരു ഗണത്തിൽ വരുന്നതാണ്. 17 ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ്, ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണ്. 8ാമത്തെ ചാപ്റ്റർ ആണ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ്. അതിന്റെ യൂസസ് നമുക്കറിയാം. RMI, VUX, ഗാമ, റേഡിയോ വേവ്സ്, മൈക്രോവേവ്സ്, ഇൻഫ്രാ റേഡിയേഷൻ, വിസിബിൾ ലൈറ്റ്, അൾട്രാവയലറ്റ് റേസ്, എക്സ് റേസ്, ഗാമ റേസ്. എല്ലാ വേവ്സിനും റേസിനും അതിന്റെ യൂസസ് ഇഷ്ടംപോലെ ഉണ്ട്. യൂസസ് പഠിക്കണം. എല്ലാത്തിനും ഓരോ പ്രൊഡക്ഷൻ ഉണ്ട്, പ്രൊഡ്യൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുണ്ട്, അതും പഠിക്കണം. അടുത്ത സെമി കണ്ടക്ടർ പ്രോപ്പർട്ടീസ് ഡോപ്പിംഗ്. എന്താണ് സെമി കണ്ടക്ടർ പ്രോപ്പർട്ടീസ്? ഡോപ്പിംഗ് എന്ന് പറഞ്ഞാൽ ദി പ്രോസസ് ഓഫ് ആഡിങ് ഇമ്പ്യൂരിറ്റീസ് ടു എ സെമി കണ്ടക്ടർ. ഒരു സെമി കണ്ടക്ടറിലോട്ട് ഇമ്പ്യൂരിറ്റീസ് ആഡ് ചെയ്യുന്നതിനെ പറയുന്നവരാണ് ഡോപ്പിംഗ്. ഓക്കെ, അടുത്ത ആ ചാപ്റ്ററിൽ തന്നെയാണ് സെമി കണ്ടക്ടർ, ലാസ്റ്റ് ചാപ്റ്റർ ആണ്. PN ജംഗ്ഷൻ ഡയോഡ് ഫോർവേഡ് ബയാസിങ്, റിവേഴ്സ് ബയാസിങ്. PN ജംഗ്ഷൻ ഡയോഡ് ഫോർവേഡ് ബയാസ്, ബാറ്ററിയുടെ പോസിറ്റീവ് ഡയോഡിന്റെ പോസിറ്റീവായിട്ട് നെഗറ്റീവ് ആയിട്ട്, പോസിറ്റീവ് ആയിട്ട് നെഗറ്റീവ് ആയിട്ട് കണക്ട് ചെയ്താൽ ഫോർവേഡ് ബയാസ്, പോസിറ്റീവ് പോസിറ്റീവ് ആയിട്ട് കണക്ട് ചെയ്താൽ അത് റിവേഴ്സ് ബയാസ്. അടുത്ത 20 കൂളംസ് ലോ. നമ്മൾ ആദ്യത്തെ ചാപ്റ്ററിനകത്ത് ആദ്യം തുടക്കത്തിൽ വലിയ കാര്യമായിട്ട് പഠിക്കുന്നതാണ് കൂളംസ് ലോ. അത് വെക്ടർ ഫോമിലും പഠിച്ചോണം. അടുത്ത 21 കപ്പാസിറ്റൻസ് ഓഫ് എ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, അത് വേണ്ട. അതിന് വരുന്നത് നിങ്ങൾക്ക് കപ്പാസിറ്റേഴ്സ് ഇൻ സീരീസ് ആൻഡ് പാരലൽ, അത് നിൽക്കട്ടെ. അടുത്ത ഫോഴ്സ് ബിറ്റ്വീൻ 2 പാരലൽ കണ്ടക്ടേഴ്സ് ക്യാരിയിങ് കറന്റ്. അത് 4ാമത്തെ ചാപ്റ്ററിനകത്താണ്. 2 കണ്ടക്ടേഴ്സ് വന്നിട്ട് അതിന്റെ ഫോഴ്സ് കണ്ടുപിടിക്കണം. ഫിസിക്കലി μ0/4π × 2I1I2/R എന്ന് പറഞ്ഞ ഡെറിവേഷൻ, ലാസ്റ്റ് ഇക്വേഷൻ കിട്ടുന്നത് കേട്ടോ. അടുത്ത റയോപ്റ്റിക്സിനകത്താണ് 2 തിൻ ലെൻസസ് ഇൻ കോണ്ടാക്ട്. 2 തിൻ ലെൻസസ് എന്നാണ് കേട്ടോ, ലെൻസസ് ഇൻ കോണ്ടാക്ട്. റിലേഷൻ ബിറ്റ്വീൻ UV ആൻഡ് R, അത് എസ് ആണ്. റിലേഷൻ ബിറ്റ്വീൻ UV ആൻഡ് R എന്ന് പറഞ്ഞാൽ N2 - N1/R = N2/V - N1/U. കാരണം എന്തറിയോ, പല കുഞ്ഞുങ്ങൾക്ക് ഇത് എന്താണെന്ന് അറിയത്തില്ല, ഈ എസ് ഡിറൈവ് ചെയ്ത് വരുമ്പോൾ എന്താണെന്നുള്ളത്. അതുകൊണ്ട് വേണ്ടിയാണ് ഇത് എഴുതി കാണിക്കുന്നത്. പിന്നെ മിറർ ഫോർമുല, അതും റയോപ്റ്റിക്സിനകത്തെ എസ് ആണ്. 25 അടുത്ത 26 റിലേഷൻ ബിറ്റ്വീൻ ഇലക്ട്രിക് ഇന്റൻസിറ്റി ആൻഡ് പൊട്ടൻഷ്യൽ. പലരും ശ്രദ്ധിക്കാത്തൊരു ക്വസ്റ്റ്യനാണ്. അതായത് ഇലക്ട്രിക് ഇന്റൻസിറ്റി E - dV/dx എന്നാണ്. ഇത് കിട്ടുന്ന ഒരു 3 സ്റ്റെപ്പേ ഉള്ളൂ, പക്ഷെ 2 മാർക്കിന്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യനാണ്. അതിന്റെ കൂട്ടത്തിൽ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ പഠിച്ചോണം, അതിന്റെ യൂണിറ്റും പഠിച്ചോണം. AC ജനറേറ്റർ വർക്കിംഗ് പ്രിൻസിപ്പിൾ എളുപ്പമാണ്,
0 ഡിഗ്രി, 90 ഡിഗ്രി, 180 ഡിഗ്രി, 270 ഡിഗ്രി, 360 ഡിഗ്രി ഇതിന്റെ വർക്കിംഗ് ഇങ്ങനെ പോകുന്നതാണ്. E=E0, E=0, 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 E=-E0, E=0. പറയുമ്പോൾ എളുപ്പമാണ് മാഷ്, ഇങ്ങനെ പാടാം, വളരെ സിമ്പിൾ ആണത്. പിന്നെ സെൽഫ് ഇൻഡക്ഷൻ, മ്യൂച്വൽ ഇൻഡക്ഷൻ, ഇലക്ട്രോമൈൻ ഇൻഡക്ഷനകത്താണേ. സെൽഫ് ഇൻഡക്ഷൻ എന്താണ്, മ്യൂച്വൽ ഇൻഡക്ഷൻ എന്താണ്, സെൽഫ് ഇൻഡക്റ്റൻസ് ഓഫ് എ സോളിനോയിഡ് പഠിച്ചോണം. പിന്നെ 29 എക്സ്പ്രഷൻ ഫോർ ഡി ബ്രോഗ്ലി വേവ് ലെങ്ത്. ഡി ബ്രോഗ്ലി വേവ് എന്നുള്ള എക്സ്പ്രഷൻ പഠിക്കണം. അതാണ് ബോറിന്റെ സെക്കൻഡ് പോസ്റ്റുലേറ്റ് ഇൻ അക്കോർഡൻസ് വിത്ത് ഡി ബ്രോഗ്ലി. അതായത് ഡി ബ്രോഗ്ലി ബോറിന്റെ സെക്കൻഡ് പോസ്റ്റുലേറ്റ് പ്രൂവ് ചെയ്യുന്നത്, അതായത് ഇതാണ് L=NH/2π. ഓക്കെ, അടുത്ത മെത്തേഡ്സ് ഓഫ് ഇലക്ട്രോൺ എമിഷൻ. ഇതിനകത്ത് അറിയാം, അവിടെ നമ്മുടെ ഡ്യുവൽ നേച്ചറിനകത്ത് 4 തരം ഇലക്ട്രോൺ എമിഷൻ ഉണ്ട്. തെർമിയോണിക് എമിഷൻ, ഫീൽഡ് എമിഷൻ, നമ്മുടെ സെക്കൻഡറി എമിഷൻ, പിന്നെ ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ. ഈ 4 എമിഷൻ നല്ല പക്ക നോക്കിക്കൊണ്ട് പോകണം. അത് ഒരു 2 മാർക്ക് 3 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ആറ്റംസ് ന്യൂക്ലിയേതാണ്, ഇമ്പോർട്ടന്റ് ആണ്. മാസ് ഡിഫക്റ്റ് എന്താണ്, ബൈൻഡിങ് എനർജി ആണ്. അതിന്റെ ഇക്വേഷൻസ് എല്ലാം പഠിക്കണം, പ്രോബ്ലം പഠിക്കണം, ഗ്രാഫ് പഠിക്കണം. ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ. പോസ്റ്റേറ്റ്സ് ഓഫ് ബോർ ആറ്റം മോഡൽ അടുത്ത ഇമ്പോർട്ടന്റ് ആണ്. റുദർഫോർഡിന്റെ ആറ്റം മോഡൽ പഠിക്കണം. അതിന്റെ ഡ്രോബാക്ക് ആണല്ലോ പോസ്റ്റേറ്റ്സ് ഓഫ് ബോർ ആറ്റം മോഡൽ. എത്ര പോസ്റ്റേറ്റ്സ് ഉണ്ട്? 3 പോസ്റ്റേറ്റ്സ് ഉണ്ട്. 3 പോസ്റ്റേറ്റ്സ് നല്ല വൃത്തിയായിട്ട് പഠിച്ചുകൊണ്ട് പോകണം. അടുത്ത ഡിറൈവ് ആൻ എക്സ്പ്രഷൻ ഫോർ കപ്പാസിറ്റേഴ്സ് ഇൻ സീരീസ്, കപ്പാസിറ്റേഴ്സ് ഇൻ പാർ. ഇതാണ് ഞാൻ പറഞ്ഞത്. പാരപ്ലേറ്റ് കപ്പാസിറ്റേഴ്സും വ്യത്യാസമുണ്ട്. മറ്റേ 1/C = 1/C1 + 1/C2 + 1/C3 + up to etc. C = C1 + C2 + C3 + up to etc. ഇത് പഠിച്ചുകൊണ്ട് പോകണം. അടുത്തത് ഇലക്ട്രിക് ഇന്റൻസിറ്റി ഡ്യൂ ടു ആക്സിയൽ ലൈൻ ആൻഡ് ഇക്വിറ്റോറിയൽ ലൈൻ. അതായത് ഫസ്റ്റ് ചാപ്റ്ററിനകത്താണ് ആക്സിയൽ ലൈൻ ഇക്വിറ്റോറിയൽ ലൈനിന്റെ ഡെറിവേഷൻ പഠിക്കണം. ആക്സിയൽ ലൈനിന്റെയും പഠിക്കണം, ഇക്വിറ്റോറിയൽ ലൈനിന്റെയും പഠിക്കണം. അതും ഇമ്പോർട്ടൻ്റ് ആണ്. 35 ഗോസസ് തിയറി ഇൻ മാഗ്നറ്റിസം. ഇത് പല കുട്ടികളും തെറ്റിക്കുന്നതാണ്. വേറെ ഒന്നുമല്ല, ഗോസസ് തിയറി ഇൻ മാഗ്നറ്റിസം എന്ന് പറഞ്ഞാൽ നമ്മുടെ സാധാരണ ഗോസസ് തിയറി വെച്ചാൽ നമ്മുടെ ആദ്യത്തെ ചാപ്റ്ററിനകത്ത് ഗോസ് തിയറി എഴുതിയാൽ മതി. ഇത് ക്ലോസ് ഇന്റഗ്രൽ B.dl = 0. ഒറ്റ വരിയേ ഉള്ളേ. ക്ലോസ് ഇന്റഗ്രൽ B.dl = 0. ഓക്കെ, 35. 36 പവർ ഓഫ് എ ലെൻസ് എന്താണ്, അതിന്റെ യൂണിറ്റ് ഡയോപ്റ്റർ. മാഗ്നിഫിക്കേഷൻ എന്താണ്, മാഗ്നിഫിക്കേഷൻ പവർ ഓഫ് എ ലെൻസും പ്ലസും മൈനസും വരുമ്പോൾ അതിന്റെ പ്രത്യേകത എന്താണ് നോക്കിക്കോണം. ഡ്യുവൽ നേച്ചറിനകത്ത് ഗ്രാഫുകൾ വരുന്നത് ഏതൊക്കെയാണെന്നറിയോ? ഒന്ന് ഫോട്ടോ ഇലക്ട്രിക് കറന്റും ഇന്റൻസിറ്റി ഓഫ് ലൈറ്റും, പിന്നെ റിട്ടാർഡിംഗ് പൊട്ടൻഷ്യലും സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യലും വെച്ചുള്ള ഒരു ഗ്രാഫ്. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ത്രഷോൾഡ് ഫ്രീക്വൻസി അതെല്ലാം ഇവിടെ എഴുതിയിട്ടുണ്ട്. സാച്ചുറേഷൻ കറന്റ്, കട്ട് ഓഫ് പൊട്ടൻഷ്യൽ, ത്രഷോൾഡ് ഫ്രീക്വൻസി. ഈ വരുന്ന ത്രഷോൾഡ് ഫ്രീക്വൻസി എന്താണെന്നുള്ളതും പഠിച്ചോണം. പിന്നെ വേവ് ഒപ്റ്റിക്സിനകത്തെ കൊഹറന്റ് സോഴ്സ് എന്താണെന്ന് പഠിക്കണം. മെത്തേഡ്സ് ഫോർ ഒബ്റ്റൈനിങ് ഗുഡ് ഇന്റർഫറൻസ് പാറ്റേൺ ഓൺ സ്ക്രീൻ. ബാൻഡ് വിഡ്ത്ത് എന്താണെന്ന് പഠിക്കണം. ഡിഫറൻസ് ബിറ്റ്വീൻ ഇന്റർഫറൻസ് ബാൻഡ് ആൻഡ് ഡിഫ്രാക്ഷൻ ബാൻഡ്, ആ ഡിഫറൻസും പഠിച്ചോണം. ഹാഫ് ലൈഫ് പീരീഡ് എന്താണ്? ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെന്റ്. ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെന്റ് ആണ് ആൽഫ പാർട്ടിക്കിൾ സ്കാറ്ററിംഗ് എക്സ്പെരിമെന്റ്. ഹാഫ് ലൈഫ് പീരീഡിന് ഒരു ഇക്വേഷൻ ഉണ്ടല്ലോ, T12 = 0.693/λ. ലാംഡ എന്ന് പറഞ്ഞാൽ ഇവിടെ വേവ് ലെങ്ത് അല്ല, DK കോൺസ്റ്റന്റ് ആണ്. 39. 40 ലോസ് ഓഫ് റിഫ്രാക്ഷൻ. റിഫ്രാക്ഷൻ 2 ലോ, അതിനകത്ത് സ്നെൽസ് ലോ വരും. ലോസ് ഓഫ് റിഫ്ലക്ഷൻ പഠിക്കണം. ക്രിട്ടിക്കൽ ആംഗിൾ അതിന്റെ ഡയഗ്രം ഉൾപ്പെടെ പഠിക്കണം. ടോട്ടൽ ഇന്റർണൽ റിഫ്ലക്ഷൻ അതിന്റെ യൂസസ് ജസ്റ്റ് ഒന്ന് പഠിച്ചുകൊണ്ട് പോകണം. 3 കറന്റ് ഇലക്ട്രിസിറ്റിക്കകത്തെയാണ് ഓംസ് ലോ. ഓംസ് ലോ പഠിക്കും. ഓംസ് ലോ ഡീറ്റെയിൽഡ് ആയിട്ട് ഫുൾ പഠിച്ചോണം. ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ കിട്ടും. ഓംസ് ലോ, റെസിസ്റ്റൻസ് അതിന്റെ യൂണിറ്റ്, റെസിസ്റ്റിവിറ്റി അതിന്റെ യൂണിറ്റ്, ഗ്രാഫുകൾ എല്ലാം പഠിച്ചോണം. എനർജി ബാൻഡ്സ് ഇൻ സോളിഡ്സ്, അതാണ് നമ്മുടെ വാലൻസ് ബാൻഡും കണ്ടക്ഷൻ ബാൻഡും. അതിനായിട്ടുള്ള എനർജി ഗ്യാപ്പ് ആണ് എന്ത്? ഫോർബിഡൻ എനർജി ഗ്യാപ്പ്. ഡിസ്പ്ലേസ്മെന്റ് കറന്റ് പ്രോപ്പർട്ടീസ് ഏതാ? ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിനകത്താണ്. IC=ID എന്ന് പ്രൂവ് ചെയ്യുന്നതും പഠിച്ചോണം. എനർജി സ്റ്റോർഡ് ഇൻ എ കപ്പാസിറ്റർ. അവിടെ ശ്രദ്ധിക്കേണ്ടത് അതിന്റെ ഇക്വേഷൻ മാത്രം മതി കേട്ടോ, ഡെറിവേഷൻ വേണ്ട. ഇക്വേഷൻ മാത്രം മതി എന്ന് പറഞ്ഞാൽ ഇവരുടെ ബുദ്ധി എന്താണെന്ന് അറിയോ? ഇത് വെച്ചുള്ള പ്രോബ്ലം ചോദിക്കാൻ ചാൻസ് കൂടുതലാണ്. U = ½ CV² കേട്ടോ. അതുപോലെ തന്നെ എക്സ്പ്രഷൻ ഫോർ ബാൻഡ് വിഡ്ത്ത് ഓഫ് യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ്, ഇതും SA ആണ്. പക്ഷെ അതിന്റെ ഇക്വേഷൻ മാത്രം മതി. β = dλ/d. ഇതിന്റെ ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻസും ന്യൂമറിക്കൽസും ചോദിക്കാം. ഇത് രണ്ടും ഇക്വേഷൻ ആയിട്ട് നല്ലപോലെ പഠിച്ചു വെച്ചോണം. ഇതിന്റെ പ്രോബ്ലം ചെയ്ത് പഠിക്കണം കേട്ടോ. അടുത്ത 45ാമത്തെ ക്വസ്റ്റ്യൻ നമ്മുടെ കറന്റ് ഇലക്ട്രിസിറ്റിക്കകത്താണ്. ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്തോന്ന് പഠിക്കണം കേട്ടോ. പിന്നെ ഇതിന്റെ തമ്മിലുള്ള ഡ്രിഫ്റ്റ് വെലോസിറ്റി റിലാക്സേഷൻ ടൈമും തമ്മിലുള്ള റിലേഷൻ, ഡ്രിഫ്റ്റ് വെലോസിറ്റിയും കറണ്ടും തമ്മിലുള്ളത്, കറണ്ട് ഡെൻസിറ്റി. എന്നിട്ട് എന്താണ് ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്ന് പഠിച്ചോണം. റിലാക്സേഷൻ ടൈമും എന്തോന്ന് പഠിച്ചോണം. പിന്നെ ഇതൊക്കെ തമ്മിലുള്ള റിലേഷൻ, കറണ്ട്, റിലാക്സേഷൻ ടൈം, കറണ്ട് ഡെൻസിറ്റി, ഏതും തമ്മിൽ ഡ്രിഫ്റ്റ് വെലോസിറ്റി. പിന്നെ ഡിഫൈൻ ആൻഡ് ഡിറൈവ് പവർ ഫാക്ടർ എന്താണെന്നും അത് ഡിറൈവ് ചെയ്തും പഠിക്കണം.
AC-ക്കകത്തെയാണേ. ഇംപിഡൻസ് എന്താണെന്നും ഇംപിഡൻസിന്റെ ഡെറിവേഷനും പഠിക്കണം. Z എന്നുള്ളത്. ഇംപിഡൻസ് ട്രയാങ്കിൾ എന്താണെന്നും അതിൽ നിന്ന് കിട്ടുന്ന ഫാക്ടേഴ്സും പഠിക്കണം. പിന്നെ ആദ്യത്തെ ചാപ്റ്ററിൽ നമ്മളങ്ങ് ഒഴിവാക്കുന്നതാണ്. സിമ്പിൾ ആണല്ലേ, ഞങ്ങൾക്ക് ഇത് അറിയാം, പക്ഷെ എഴുതുമ്പോൾ ഒന്നുമില്ല. ഇലക്ട്രിക് ഡൈപോൾ എന്താണ്, ഡൈപോൾ ലെങ്ത് എന്താണ്, ഡൈപോൾ മൊമെന്റ് എന്താണ് നോക്കാം. പിന്നെ ഫോഴ്സ് ആൻഡ് ടോർക്ക് ഓൺ എ ഡൈപോൾ പ്ലേസ് ഇൻ എ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ്. ടോ ഈസ് ഈക്വൽ ടു P sin θ. ഇത് മാഗ്നറ്റിക് ഫീൽഡിനെയും പഠിച്ചോണം. ഫോഴ്സ് ആൻഡ് ടോർക്ക് പ്ലേസ് ഇൻ എ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡും ഇതിന്റെ നോൺ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡും പഠിച്ചോണം. നോൺ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ്. ഓക്കെ. 49 ലോസ് ഓഫ് ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ. ഏതാ? നമ്മുടെ ഡ്യുവൽ നേച്ചറിനകത്താണ്. ലോസ്, ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ ലോസും പഠിച്ചോണം, പ്രോപ്പർട്ടീസ് ഓഫ് ഫോട്ടോൺസും പഠിച്ചോണം. പിന്നെ 50 AC സർക്യൂട്ട് കണ്ടെയ്നിങ് റെസിസ്റ്റർ ഉള്ളി, ഇൻഡക്ടർ ഉള്ളി, കപ്പാസിറ്റർ ഉള്ളി. മൂന്നിന്റെയും സർക്യൂട്ട് ഡയഗ്രാം, ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ, വെക്ടർ ഡയഗ്രാം. എന്നിട്ട് സിമ്പിൾ ആയിട്ട് ഡെറിവേഷൻ പഠിക്കുന്ന നോട്ടെല്ലാം ഞാൻ കൊടുത്തേക്കാം, ഒരു പ്രശ്നമില്ല. 51 ലോസ് ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ. അതായത് നമ്മുടെ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറയുന്ന 6ാമത്തെ ചാപ്റ്ററിനകത്താണ്. എന്താണ് ലോസ് ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ? 2 എണ്ണമാണ്, ഫാരഡേസ് ലോയും ലെൻസസ് ലോയും. പിന്നെ ഇത് ലെൻസസ് ലോ ഇൻ അക്കോർഡൻസ് വിത്ത് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി. ഒരു ഒറ്റ വരിയുള്ള എൻ്റെ ഉത്തരം. മെക്കാനിക്കൽ എനർജി ഈസ് കൺവേർട്ടഡ് ഇൻറ്റു ഇലക്ട്രിക്കൽ എനർജി. മെക്കാനിക്കൽ എനർജി ഈസ് കൺവേർട്ടഡ് ഇൻറ്റു ഇലക്ട്രിക് എനർജി. 52 ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സ് എന്താണ്? അതിന്റെ ഡയഗ്രാം ഇമ്പോർട്ടൻ്റ് ആണ്. ഈക്വി പൊട്ടൻഷ്യൽ സർഫസ്, അതിന്റെ പ്രോപ്പർട്ടീസ് ഇമ്പോർട്ടൻ്റ് ആണ്. 53 ഫെറോമാഗ്നറ്റിക്, ഡയാമാഗ്നറ്റിക്, പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസ്. കെമിസ്ട്രി പഠിക്കുന്ന പോലല്ല, പ്രോപ്പർട്ടീസ് വ്യത്യാസമുണ്ട്. എക്സാമ്പിൾസ് സെയിം ആണ്. എന്നാലും ഓർത്തിരിക്കാൻ കുറേ ടിപ്സും ട്രിക്സും ഞാൻ എൻ്റെ നോട്ടാക്കുന്നുണ്ട്. അതിന്റെ കൂട്ടത്തിൽ അൺഇമ്പോർട്ടൻ്റ് ആണെങ്കിൽ ഇതങ്ങ് പഠിക്കുന്നത് നല്ലതായിരിക്കും. മാഗ്നറ്റിക് ഹിസ്റ്റീരിസ് കർവ് കേട്ടോ. റേഡിയോ ആക്ടിവിറ്റി എന്താണ്? പ്രാക്ടിക്കൽ യൂണിറ്റ്സ് ഓഫ് റേഡിയോ ആക്ടിവിറ്റി. പ്രാക്ടിക്കൽ യൂണിറ്റ്സ് സ്റ്റാൻഡേർഡ് യൂണിറ്റ് ബെക്വാറിലാണ്, പ്രാക്ടിക്കൽ യൂണിറ്റ്സ് ക്യൂറിയും റുദർഫോർഡുമാണ്. പിന്നെ ലാസ്റ്റ് എനർജി ഡെൻസിറ്റി ഇൻ എ കപ്പാസിറ്റർ. U = ½ ε0 E² എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ ഡെറിവ് ചെയ്യുന്നതാണ്. 2ാമത്തെ ചാപ്റ്ററാണ്. ഇലക്ട്രിക് ചാർജ്, ഇലക്ട്രിക് കപ്പാസിറ്റി, ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ്. ഇങ്ങനെ 55 ക്വസ്റ്റ്യൻ ആണ്. ഈ 55 ക്വസ്റ്റ്യൻസിന്റെ പ്രത്യേകത ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ, ജയിക്കേണ്ടവർക്ക് ജയിക്കുക, 36 മാർക്ക് മേടിക്കേണ്ടവർക്ക് 36 മേടിക്കുക, ഫുൾ മാർക്ക് മേടിക്കേണ്ടവർ ഫുൾ മാർക്ക് മേടിക്കുക. ഏത് തരക്കാർക്കും എല്ലാം നല്ല കൃത്യമായി ചാപ്റ്റർ വൈസ് പക്ഷെ ക്വസ്റ്റ്യൻസ് കൃത്യമായിട്ട് പറഞ്ഞു വിട്ടിട്ടുണ്ട്. ക്വസ്റ്റ്യൻസ് പഠിക്കുന്നവർക്ക് ഞാൻ 100ൽ 100 അങ്ങനൊന്നുള്ള പ്രഡിക്ഷൻസ് ഒന്നും ഇല്ല. പക്ഷെ 90% ക്വസ്റ്റ്യൻസും ഉറപ്പായിട്ട് ചോദിക്കും. മാക്സിമം ഷെയർ ചെയ്തോളുക, പഠിച്ചോളുക. ആദ്യത്തെ പരീക്ഷ ഫിസിക്സ് ആണ്. ചറപറാന്ന് ഷെയർ ചെയ്തോളുക. നോട്ട്സും എല്ലാം ഞാൻ ഗ്രൂപ്പിൽ ഇട്ടേക്കാം. ഗ്രൂപ്പും എല്ലാം ഇതിനകത്ത് റെഡിയാണ്. ആൻസേഴ്സ് ചെയ്യണമെങ്കിൽ നിങ്ങൾ പറയുക, അതിനനുസരിച്ച് ആൻസേഴ്സ് ചെയ്യാം. ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്ത് എനേബിൾ ചെയ്തേക്കുക. നല്ല മാർക്ക് കിട്ടേണ്ടെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മാഷ് നിർത്തുന്നു. അടുത്ത ഇതുപോലുള്ള സൂപ്പർ വീഡിയോസ് ആയിട്ട് വരുന്നവരെ നെവർ എവർ ഗീവ് അപ്പ്.